ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഒരു 8-inch വൂഫറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ബോക്സ്. ഇത് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്ത സാധനമാണ്. അപ്പോൾ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. എന്നിട്ടാണ് ഞാനിത് വീണ്ടും അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 8-inch വൂഫർ. അതായത് 4 ohm 8-inch വൂഫറാണ്. അതായത് 40 watts ആണ് ഇതിന്റെ RMS പവർ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡയഫ്രോം കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വൂഫർ. ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റം തന്നെയാണിത്. ഇപ്പോൾ നല്ല ഡയഫ്രോം, അതുപോലെ തന്നെ ഡസ്റ്റ് ക്യാപ്പും ഇതിന് സൈഡിലെ റബ്ബറിന്റെ ബീഡിംഗ് ഒക്കെ നല്ല ഒരു ക്വാളിറ്റി ഉള്ളത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയഫ്രോം ഒക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. വൂഫർ സ്പീക്കറാണിത്. അതായത് നോർമൽ മ്യൂസിക്കിന്റെ കൂടെ കുറച്ചുകൂടി ബാസ് കൂടുതൽ ഇതിന് കിട്ടും. അതാണ് ഈ വൂഫറിന്റെ പ്രത്യേകത. സാധാരണ സ്പീക്കറിനെ അപേക്ഷിച്ച് ബാസ് കൂടുതലായിരിക്കും ഇതിൽ. പാനസോണിക്കിന്റെ ഗോൾഡ് എന്ന് പറയുന്ന ഒരു മോഡൽ 8-inch വൂഫറാണിത്. ഇതിൽ ബോക്സ് എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. ഇതുപോലുള്ള ബോക്സ് അല്ലായിരുന്നു പാനസോണിക്കിന് ഇതൊരു ബോക്സിലായിരുന്നു ഇത് വന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോന് വേണ്ടിയിട്ട് രണ്ടാമത് ഞാനിത് റീ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റം ആണിത്. അപ്പോൾ നമുക്കതിന്റെ ഫിനിഷിംഗ് നോക്കി തന്നെ മനസ്സിലാവും. നല്ല കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് ഒരു ഗ്ലൂവിന്റെ അംശമോ കാര്യങ്ങളോ ഒന്നും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അത്രക്കും പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ പിറകു വശം. നല്ല സൈസുള്ള ഒരു മാഗ്നറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. കാരണം വോയിസ് കോയിലേക്ക് എയർ കയറാൻ വേണ്ടിയിട്ട് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. പാനസോണിക് ഗോൾഡ് എന്ന ലോഗോന്റെ ബ്രാൻഡിംഗ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ നല്ലൊരു സ്പീക്കർ കണക്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. 1 കിലോന് അടുപ്പിച്ച് ഇതിന് വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇത് നല്ലൊരു വെറൈറ്റി ലുക്കാണ്. അപ്പം മറ്റുള്ള സ്പീക്കറോ വൂഫറിനെ അപേക്ഷിച്ച് ഇതിന്റെ ഹോളൊക്കെ വന്നിരിക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പിൽ, അതായത് നമ്മൾ വിന്റേജ് ടൈപ്പിലാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതായത് ഏകദേശം ഒരു 8 വർഷത്തോളമായി ഞാൻ ഇത് യൂസ് ചെയ്തു. അപ്പൊ അതിന് വീഡിയോന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാനത് വീണ്ടും അത് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റിയാണ്, നല്ല പെർഫോമൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു സ്പീക്കർ വയറും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിന്റെ സ്പൈഡറൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്പൈഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വോയിസ് കോയിൽ നമ്മുടെ ഗ്ലൂ ചെയ്ത ഭാഗമൊക്കെ നോക്കി എത്ര ഫിനിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നല്ല ക്വാളിറ്റി ഐറ്റം തന്നെയാണ്. അപ്പൊ നമുക്ക് നല്ല വെയിറ്റ് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട് ഇത്. അതായത് 1 കിലോ, ഏകദേശം ഒരു 1 കിലോന് അടുപ്പിച്ചിട്ടുണ്ട് ഇത് വെയിറ്റ്. ഓക്കെ, നല്ല ക്വാളിറ്റിയാണ്. സാധനം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ ക്വാളിറ്റിയൊക്കെ. നല്ല ഡയഫ്രോം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. 8-inch ഒരു സീൽഡ് ബോക്സാണ് ഞാൻ ഈ വൂഫർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിലാണ് ഞാനിത് മുന്നേ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിത് വീഡിയോന്റെ പർപ്പസിനാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പൊ ഞാനത് സീൽ ചെയ്തിട്ടുണ്ട്. അതിന് അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, ഞാനത് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി നമുക്കത് ഫിക്സ് ചെയ്യാം. അതായത് സോൾഡർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓടിയുടെ ക്വാളിറ്റി പെർഫെക്റ്റ് ആയി കിട്ടും. ചെറിയ സ്പാർക്കിങ് കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. നമ്മുടെ വയർ പിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെറിയ സ്പാർക്കിങ് കാര്യങ്ങളൊക്കെ വരും. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ സോൾഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതുപോലുള്ള ബോക്സിൽ വെക്കുന്നത് സോൾഡർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ കാണാൻ കഴിയും അതിന്റെ പഴക്കത്തിന് ഇതൊക്കെയാണ്, തുരുമ്പ് പിടിച്ചിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 8-inch ബോക്സ് അന്ന് എനിക്ക് 250 രൂപ 300 രൂപക്കാണ് അന്ന് കിട്ടിയത്. ഇപ്പൊ വില കൂടിയിട്ടുണ്ടാവും. അന്ന് ഈ വൂഫറിന്റെ വില എന്ന് വിചാരിച്ചാൽ 700 രൂപയോളം എനിക്ക് ആയിരുന്നു വൂഫറിന്റെ വില, 8-inch വൂഫറിന്. അപ്പൊ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും നോക്കിയാണ് വയർ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് വയർ ഞാൻ കൊടുത്തിരിക്കുന്നത് ബ്രൗണും, അതുപോലെ തന്നെ നെഗറ്റീവ് കൊടുക്കുന്നത് ബ്രൗണിന്റെ ഒരു ബ്ലൂ ലൈൻ ഉള്ളത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അതായത് എയർ ലീക്ക് ഇല്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് വൂഫറാണ്, നമ്മുടെ സബ് വൂഫറിന്റെ പെർഫോമൻസ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം ഇത് നോർമൽ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആംപ്ലിഫയർ ചൂസ് ചെയ്യുമ്പോൾ ഒരു 40 watt എബോവ് ഉള്ള ആംപ്ലിഫയർ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ 20 watt ആംപ്ലിഫയർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൗണ്ട് കുറച്ചിട്ട് ഫുൾ വോളിയം വെക്കാതെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വൂഫർ സ്പീക്കറോ വൂഫറോ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സീൽഡ് ബോക്സ് യൂസ് ചെയ്യുക, എന്നാൽ നമുക്ക് കുറച്ചും കൂടി ബാസ് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതും സ്പീക്കറും തമ്മിൽ വ്യത്യാസം തന്നെയാണ്. സ്പീക്കറും ഇതും തമ്മിലുള്ള ഫ്രീക്വൻസി റിസീവ് ചെയ്യുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ വൂഫറിന്റെ ഫ്രീക്വൻസി അല്ല സ്പീക്കറിനുള്ളത്. സ്പീക്കർ എല്ലാ ഫ്രീക്വൻസിയും റിസീവ് ചെയ്യും, അതായത് കൂടുതലുള്ള ഹൈ ഫ്രീക്വൻസീസും അത് റിസീവ് ചെയ്യും. വൂഫർ അങ്ങനെയല്ല, ചില ലോ ഫ്രീക്വൻസീസ് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് സബ് വൂഫർ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ചിലത് വൂഫർ സ്പീക്കർ എന്ന് എഴുതിയിട്ടുണ്ടാവും, വൂഫർ എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്, അതിന് ഡീപ്പ് ബാസ് കിട്ടില്ല. അത് നമ്മൾ സബിന്റെ ഫിൽറ്ററിൽ കൊടുത്താലും നമുക്ക് ഡീപ്പ് ബാസ് കിട്ടില്ല. കാരണം അത് നമ്മുടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്, അതിന് റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി ആ രീതിയിൽ മാത്രമാണ്. സബ് വൂഫർ റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി അല്ല വൂഫർ റിസീവ് ചെയ്യുന്നത്. സബ് വൂഫർ ഡീപ്പായിട്ടുള്ള ലോ ഫ്രീക്വൻസിയാണ് റിസീവ് ചെയ്യുന്നത്. വൂഫർ അതിലും ഹൈ ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ആണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു സെഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.